കണ്ണൂർ ചാലോട് കാർ മരത്തിലിടിച്ച് 4 പേർ മരിച്ചു. UP സ്വദേശി പരംഛേത്രി, ഹർഷ്, റിസ്വാൻ, ഷാൻ എന്നിവരാണ് മരിച്ചത്. പരിക്കേറ്റ ഒരാളെ കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് അപകടം ഉണ്ടായത്. CK വിജയൻ വിവരങ്ങളുമായി ചേർന്നു. CK വിജയൻ, ഇവർ എവിടെ നിന്ന് എങ്ങോട്ടേക്ക് യാത്ര പോവുകയായിരുന്നു എന്നത് സംബന്ധിച്ച് വല്ല വിവരവും നമുക്ക് ലഭ്യമാണോ? കാരണം നമ്മുടെ നാട്ടുകാരല്ലാത്തത് കൊണ്ട് കൂടിയാണ്. ഇവർ ബാംഗ്ലൂരിൽ നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്നു. കണ്ണൂരിൽ ആ കൂട്ടത്തിൽപ്പെട്ട ഷാൻ എന്ന് പറയുന്ന മരണപ്പെട്ടു പോയയാളുടെ വീട്ടിലൊരു കുടുംബത്തിലൊരു കല്യാണമുണ്ട്. ആ കല്യാണത്തിന് പങ്കെടുക്കുന്നതിന് വേണ്ടി വന്നവരാണിവർ. ഇവർ ബാംഗ്ലൂരിൽ ഒരുമിച്ച് പഠിക്കുന്നവരാണ്. ഇതിലൊരാൾ മാത്രമാണ് ഇപ്പോൾ രക്ഷപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ നമുക്ക് ഈ ദൃശ്യങ്ങൾ കണ്ടാൽ അറിയാം എത്രമാത്രം ഭീകരമായിരുന്നു അപകടം എന്നുള്ളത്. ഈ വാഹനം ഇപ്പോൾ ഉള്ള സ്ഥിതിയിലല്ല, ഇത് തിരിച്ച് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടാണുള്ളത്. ഈ ഭാഗത്തു നിന്നാണ് ഈ വാഹനം വന്നത്. ഈ മരത്തിൽ ഇടിച്ച പാടുകൾ കണ്ടാൽ നമുക്ക് മനസ്സിലാകും. ഏതാണ്ട് ഈ വാഹനത്തിന്റെ ഒരു പകുതി ഭാഗത്തോളം മരത്തിന്റെ ഉള്ളിലേക്ക്, മരം ആ കാറിന്റെ ഉള്ളിലേക്ക് കയറുന്ന രീതിയിലേക്കും അത്രയും വലിയ ഇടിയാണ് ഉണ്ടായത്. പിന്നീട് അതിന്റെ അകത്തു നിന്ന് ആൾക്കാരെ വെട്ടിപ്പൊളിച്ചാണ്, നാട്ടുകാരും അതോടൊപ്പം തന്നെ ബാക്കി എല്ലാവരും ചേർന്ന് വെട്ടിപ്പൊളിച്ചാണ് ഇവരെ പുറത്തെടുത്തിട്ടുള്ളത്. 2 പേർ ആ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചതായും അതോടൊപ്പം തന്നെ അല്ലാത്തവർ പിന്നീട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴിയിലുമാണ് മരണം സംഭവിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഈ സംഭവം കാർ മരത്തിലിടിച്ച് 4 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചു. ഒരാൾ ആശുപത്രിയിലാണ്. കർണാടകയിൽ നിന്ന് കണ്ണൂരിലേക്ക് വരികയായിരുന്നു ഇവർ എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കാർ പൂർണ്ണമായും തകർന്നു പോയിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്കത് മനസ്സിലാവും. ഒടുവിൽ കാർ വെട്ടിപ്പൊളിച്ചാണ് ഉള്ളിൽ ഉണ്ടായിരുന്നവരെ പുറത്തെടുത്തത്. ഒരാൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. 4 പേർക്ക് ദാരുണാന്ത്യം സംഭവിക്കുകയായിരുന്നു. CK തുടരുന്നുണ്ട് വിവരങ്ങളുമായി. CK വിജയൻ, പറയും. ഇപ്പോൾ ഈ അപകടം നടന്ന തൊട്ടടുത്ത വീട്ടിലെ ബാബു എന്ന് പറയുന്ന വ്യക്തിയാണ്. ഇപ്പൊ എത്ര മണിക്കായിരുന്നു? രാത്രി 11:10 അപ്പോൾ സൗണ്ട് കേട്ട് ഞങ്ങൾ വന്ന് ബാധ തുറന്നത്. അപ്പോൾ ആൾക്കാരൊക്കെ വെള്ളം എന്ന് പറഞ്ഞ് ഓടി വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ ലൈന് വെള്ളം പൈപ്പിലുണ്ടായിരുന്നു. അങ്ങനെ പൈപ്പ് ഓടിച്ചെടുത്ത് വെള്ളമടിച്ച് പുക, നല്ല പുകയായിരുന്നു. സ്പാർക്കും കത്തിപ്പോകൊക്കെ. അതുകൊണ്ട് 1.5-3 മണിക്കൂർ നല്ല സ്പീഡ് വെള്ളം കൊണ്ട് അത് അത്തിയടഞ്ഞു. അതിനുശേഷം നമ്മുടെ വീട്ടിൽ കമ്പി വർക്കർ പണിയെടുക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. അവരുടെ കമ്പി പാരയൊക്കെ എടുത്തിട്ട് വന്നിട്ട് ബാക്ക് ഡോർ പൊളിച്ചു. 2 പേർ പുറത്തെടുത്തു. അപ്പോൾ 2 പേർ അപ്പത്തിന് തീർന്നു. പിന്നെ മൂന്നാമത്തെ ഈ ഫ്രണ്ട് ഡോർ തുറക്കാൻ പറ്റിയില്ല. അപ്പോൾ അപ്പോഴേക്കും ഫയറിൻ്റെ ആൾക്കാർ വന്നു. അവർ വന്നിട്ട് വെട്ടി പൊളിച്ചിട്ടാണ് ഫ്രണ്ടിലെ ആൾക്കാരെടുത്ത്. അപ്പോൾ അന്നേരം ആൾക്കാർക്ക് ഒരു ജീവൻ ഉണ്ടായിരുന്നു. കുറേ വന്ന വേളം ഉണ്ടായിരുന്നു. അവർക്ക് അയ്യോ വേദന എടുത്തിട്ട് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ പുറത്തെടുക്കുമ്പോഴേക്കും ആൾക്കാർ പോയത്. ഡ്രൈവറെ എടുത്ത് ലാസ്റ്റ് അടുത്ത്. അപ്പോൾ അവർ എല്ലാം വയറ് കാലൊക്കെ പോയിരുന്നു. മൊത്തം പുറത്ത് വന്നിരുന്നു. അങ്ങനെ അടിച്ചു ഇതായിട്ട് അങ്ങനെ. പിന്നെ അപ്പോഴത്തെ ആംബുലൻസ് നേരം കൊണ്ടുപോയി. വേഗതയാണോ ഇറങ്ങിപ്പോയത്? വേഗതയായിരിക്കും, അറിയില്ല. കാരണം വേഗതയായിരിക്കും, അല്ല ഇത്രയും സംഭവിക്കില്ലല്ലോ. അത് ഭയങ്കര വേഗതയായി. പിന്നെ ഇപ്പോൾ അവിടെ ഒരു ക്യാമറ ഉണ്ടായിരുന്നു. ആ ക്യാമറ കാണുന്നത് പറഞ്ഞത് ഒരു ഫ്ലാഷ് ലൈറ്റ് അടിച്ചൊരു വണ്ടി ഇങ്ങോട്ട് ഓപ്പോസിറ്റ് വന്നു. അപ്പോൾ കണ്ണതായി പോയത് അങ്ങനെയും പറയുന്നുണ്ട് ആൾക്കാർ. അപ്പോൾ ആ ക്യാമറയിൽ അങ്ങനെ കണ്ടത് നല്ല ഒരു വണ്ടി വരുമ്പോഴേ ആ ലൈറ്റിൻ്റെ ഇതുകൊണ്ട് തെറ്റിന്നാണ് പറഞ്ഞത്. അങ്ങനെ പെട്ടത് അതാണ്. പിന്നെ ആൾക്കാർക്ക് എത്തി ആശുപത്രി ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. പോലീസ് ആൾക്കാർ വയറെല്ലാം വന്ന് എല്ലാം വെട്ടിപ്പൊളിച്ചിട്ട് അതിൻ്റെ എടുത്ത് പിന്നെ കയറി കെട്ടി വലിച്ചിട്ട് വയറ് കാർ അങ്ങോട്ടാക്കി. ഇവിടെ മരത്തിനുള്ളിലുണ്ടായിരുന്നു എൻ്റെ ആൾക്കാർ. ഇതാണ് ആ സമയത്ത് ഈ അപകടം കണ്ട അയൽവാസിയായ ബാബു പറയുന്നത്. അതായത് ഈ മരത്തിന്റെ ഉള്ളിലേക്ക് കാർ അത്രയും കയറിപ്പോയി. ഓപ്പോസിറ്റ് ഭാഗത്തു നിന്നൊരു വാഹനം വന്നു. അതിന്റെ ലൈറ്റ് കൊണ്ട് ഒരുപക്ഷെ റോഡ് കാണാതായതാകാം, അല്ലെങ്കിൽ അല്പം വെട്ടിച്ചതാകാം. അങ്ങനെയാണ് അപകടം ഉണ്ടായത്. നല്ല സ്പീഡായിരുന്നു. അല്ലെങ്കിൽ ഇത്രയും മരങ്ങൾ പോയില്ലല്ലോ. നല്ല സ്പീഡ്. ഞങ്ങൾ വീട്ടിലേക്ക് തീർത്ത് കുറേ ഞങ്ങൾ വീട്ടിൽ തെറിച്ചിട്ടുണ്ട്. അവിടെ ഉണ്ട്. ഇപ്പോൾ ഒരു 10 മീറ്റർ കൂടുതലുണ്ടാവും. അവിടെ ഉള്ളു ലൈറ്റും കാര്യമൊക്കെ അവിടെ ഉള്ളത്. ഇപ്പോഴും അവിടെ ഉണ്ട്. ശരി, CK വിജയനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.